ക്ലബ്ബിൽ മേലെ കയറുന്നത് നല്ല രസമുണ്ട്. കല്യാണ നട കൊള്ളാം. പിന്നെ ഗുരുവായൂരപ്പനെ വരെ ഇറക്കിയിട്ടുണ്ട്, നന്ദനം വരെ ഇറക്കിയിട്ടുണ്ട്. ആക്ടിങ് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. സൂപ്പറാണ്. കലക്കും ബേസിൽ പൊളി പൃഥ്വിരാജ് വേറെ ലെവൽ. കണ്ടില്ലേ നിങ്ങളെ കാണില്ലേ? പൊളി പൊളി ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരുപാട് കോമഡികൾ ഒരുപാടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പടം ഒരു രക്ഷയില്ല, നൈസാണ്. ഞാൻ ആടുജീവിതം കാണാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. തിരിച്ചു വന്നതിന് അതെ 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 ഞാൻ ആദ്യമായിട്ട് അടിപൊളിയായിരുന്നു. കുറേ ചിരിക്കാനുണ്ട്. നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് പടം. പിന്നെ രാജുവേട്ടനാണെങ്കിലും ബേസിലേട്ടാണെങ്കിലും എല്ലാവരും ഒക്കെ അടിപൊളി പെർഫോമൻസ് ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡയറക്ഷൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. നല്ല രീതി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നമ്മൾ മറ്റേ ജയഹോമല്ലേ, പുള്ളി അത് പ്രതീക്ഷിക്കാൻ അറിയാം, പുള്ളിയുടെ മേക്കോറൊക്കെ അറിയാം. അത് കണക്ക് നല്ല രീതി ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ. പിന്നെ ബേസിൽ അടിപൊളി, എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. പടം കോമഡിയാണ്, ബേസിക്കലി ത്രൂ ഔട്ട് കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. പക്ഷേ ആ കോമഡി അത്ര ലോജിക്കലായി, പടം അത്ര റിയലിസ്റ്റിക് ലോജിക്കലായി തോന്നുന്നില്ല. നമ്മൾ തലച്ചോറില്ല പടം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അനശ്വരയും അതേപോലെ തന്നെ നിഖിലയും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും കൂടെ ചേർന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുള്ള ഒരു കോമഡി ചിത്രം തന്നെയായിരുന്നു. അളിയൻ ബന്ധമാണ്. അപ്പം ആ ബന്ധം തിയേറ്ററിൽ വർക്കായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ബാക്കി കാണാൻ പൃഥ്വിരാജ് ഷോ എന്താ പറയുക, സെക്കൻഡ് ഹാഫ് ഒരു ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോൾ ഫുൾ പൃഥ്വിരാജ് ഷോ ആണ്. അഴിഞ്ഞാട്ടമാണ് പുള്ളിയുടെ. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. കോമഡി ട്രാക്കിലൂടെ പൃഥ്വിരാജും അതേപോലെ തന്നെ ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ മലയാളികൾക്ക് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കല്യാണം കൂടിയ ഒരു പ്രതീതിയാണ് നമുക്ക് വരുന്നത്. കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ബോത്ത് അവർ രണ്ടുപേരും ഡയറക്ടേഴ്സുമാണ്, അറ്റ് ദ സെയിം ടൈം ആർട്ടിസ്റ്റുമാണ്. അവരുടെ വേഴ്സിറ്റാലിറ്റി നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല രസമുണ്ട്. കല്യാണ നട കൊള്ളാം. പിന്നെ ഗുരുവായൂരപ്പനെ വരെ ഇറക്കിയിട്ടുണ്ട്, നന്ദനം വരെ ഇറക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അതൊരു എന്താ പറയുക, വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഡയലോഗ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് പൃഥ്വിരാജിൻ്റെ വായിൽ അങ്ങോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു പേര് രസമായിരുന്നു. കൊള്ളാം. 100 കോടി ക്ലബ്ബിൽ മേലെ കയറുന്നത് ഇനി എങ്ങനെ 100 കോടി കയറും? എല്ലാവരും എല്ലാവരും ക്ലബ്ബ് കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.